മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ECGയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർട്ടിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ്, അതായത് ഒരു കാർഡിയക് സൈക്കിളിൽ ഹാർട്ടിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ടിൽ മയോകാർഡിയൽ സെൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇലക്ട്രിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ, ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും, കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഈ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഹാർട്ടിൻ്റെ ഏട്രിയകളിൽ അല്ലെങ്കിൽ വെൻട്രിക്കിൾസിലൊക്കെ നടക്കുന്നു. ഇതാണ് നമ്മൾ കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. സോ കാർഡിയക് സൈക്കിളിലുള്ള ഈ പറഞ്ഞ ഡീപോളറൈസേഷൻ റീപോളറൈസേഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാലാണ് ECGയിൽ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ആ ECG പാറ്റേൺ ആയിട്ട് അത് കൺവേർട്ട് ആവുമ്പോൾ അതെങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡിയക് സൈക്കിളിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അതാണ് എക്സാക്ട്ലി നമ്മൾ ECG പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു കാർഡിയക് സൈക്കിൾ. ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0.8 സെക്കൻഡ് ഡ്യൂറേഷൻ ആണ് വരുന്നത്. സോ ആ 0.8 സെക്കൻഡിൽ ഹാർട്ടിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇവൻറ്റുകൾ, അതായത് ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ, റീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ, അതേപോലെ വെൻട്രിക്കിൾസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ ആദ്യത്തെ ഒരു കാർഡിയക് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയും. അതായത് നമുക്കറിയാം ഒരു കാർഡിയക് സൈക്കിൾ തുടങ്ങുന്നത് തന്നെ SA നോഡിൽ നിന്നുണ്ടാകുന്ന സ്റ്റിമുലേഷൻ മൂലമാണ്. നമുക്കറിയാലോ SA നോഡാണ് ഹാർട്ടിൻ്റെ പേസ് മേക്കർ. സൈനോ ഏട്രിയൽ നോഡ് ഇരിക്കുന്നത് എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിൻ്റെ, ഇതാണ് റൈറ്റ് ഏട്രിയം. സോ റൈറ്റ് ഏട്രിയത്തിൻ്റെ ഒരു അപ്പർ പാർട്ടിലായിട്ട്, ആ ഒരു അപ്പർ ആൻഡ് റൈറ്റ് കോർണറിലായിട്ടാണ് SA നോഡിൻ്റെ ലൊക്കേഷൻ. സോ SA നോഡിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ആക്ഷൻ പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് മാതിരി ഒരു സ്റ്റിമുലേഷൻ വരുന്നു. SA നോഡിൽ നിന്ന് സ്റ്റിമുലേഷൻ വരുന്നു. ആ സ്റ്റിമുലേഷനാണ് ഏട്രിയത്തിൻ്റെ ഈ ആദ്യം SA നോഡിനോട് അടുത്തടുത്തിരിക്കുന്ന ഏട്രിയൽ മയോകാർഡിയൽ സെൽസിലേക്ക് വരുന്നു. പിന്നീട് അത് അടുത്തടുത്തുള്ള സെല്ലുകളിലേക്ക്, അതായത് രണ്ട് ഏട്രികളുടെയും ഭിത്തികളിലേക്ക് ആ ഒരു ഡീപോളറൈസേഷൻ, ആ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഒരു വേവിൻ്റെ ആ ഒരു പ്രൊപ്പഗേഷൻ ഏട്രിയൽ മയോകാർഡിയം എന്ന് പറയുമ്പോൾ അതിന് അത്ര ഒരു ഫാസ്റ്റ് ആയിട്ടൊന്നും അത് കണ്ടക്ട് ചെയ്യില്ല. ബട്ട് അഗെയിൻ അതിന് ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട് ഓരോ മയോകാർഡിയൽ സെല്ലുകളുടെയും ഇടയിൽ. സോ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് രണ്ട് ഏട്രികളുടെ ഭിത്തിയിലും ഇതങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. മാത്രമല്ല ഏട്രികൾ എപ്പോഴും എന്താ പറയുക, സെൻസേഷൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മയോകാർഡിയത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, ഒരു സെൻസേഷ്യമായിട്ട് വർക്ക് ചെയ്യാൻ. ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കിട്ടിയാൽ അത് ഒന്നിച്ച് അല്ലെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് അങ്ങനെ വളരെയധികം എന്താ പറയുക, പെട്ടെന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ആ ഹോൾ ഏരിയ ഓഫ് മയോകാർഡിയൽ സെൽസ് ഒന്നിച്ചാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ ചേഞ്ചസും അതിൻ്റെ കൺട്രാക്ഷനും ഒക്കെ സംഭവിക്കുക. അപ്പോൾ ഈ SA നോഡിൽ നിന്ന് വരുന്ന ഇമ്പൾസസ് ഏട്രികളുടെ ഭിത്തി, രണ്ട് ഏട്രികളുടെയും ഭിത്തിയിൽ മുഴുവനും അത് ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴി സ്പ്രെഡ് ചെയ്ത് ഒരു സിൻസീഷ്യമായിട്ട് അത് പ്രവർത്തിക്കുന്നു. സോ ദ ഹോൾ ഏട്രിയ, ബോത്ത് ഏട്രിയൽ വാൾസ് വിൽ ബി കൺട്രാക്ടിങ്, സോ ഡീപോളറൈസിങ് ആസ് എ സിൻസീഷ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡീപോളറൈസേഷൻ വേവ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഡീപോളറൈസേഷൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു വെക്ടറിനെ പോലെയാണ് അത് മൂവ് ചെയ്യുക. വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ECGയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ വെക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് വെക്ടർ എന്ന് പറയുന്നത് ഒരു 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 ഫോഴ്സ് ആണ്. ഓക്കെ, സം കൈൻഡ് ഓഫ് എ ഫോഴ്സ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ്, അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും, ഒരു പ്രത്യേക ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, അതൊരു മൂവ്മെൻറ്റ് പോലെയാണ്. ഒരു ഫോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ആ ഫോഴ്സിനൊരു ക്വാണ്ടിറ്റി, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അത് പോകുന്നതിന് ഒരു പ്രത്യേക ഒരു ഡയറക്ഷനും ഉണ്ടാവും. സോ നമ്മൾ ഈ ഏട്രിയൽ ഡീപോളറൈസേഷൻ്റെ ആ ഒരു വേവ് അല്ലെ, മയോകാർഡിയൽ സെല്ല് ഏട്രിയത്തിൻ്റെ മയോകാർഡിയത്തിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ നമുക്കറിയാം അതും ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വിച്ച് ഇസ് കമ്മിങ് ആസ് എ വെക്ടർ. ഓക്കെ, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ വെക്ടർ. ആ വെക്ടറാണ് ഞാനിവിടെ, ഏട്രിയൽ ഡീപോളറൈസേഷൻ്റെ വെക്ടറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ വെക്ടറിനെയാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെക്ടറിനെ നമുക്ക് നോക്കിയാൽ അറിയാം, അത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടോ, ഒരു ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് ആണ്. ഈ ഒരു ജസ്റ്റ് ലൈക്ക് ആ ഹാർട്ടിൻ്റെ ഒരു
ആക്സിസ് പോലെ തന്നെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഏട്രിയൽ ഡീപോളറൈസേഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇ സി ജിയിൽ അതേപടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ വെക്ടേഴ്സ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദെൻ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഒരു ഇലക്ട്രിക്കൽ ഇവൻറ്റിലേക്ക് പോകാം. ഈ ഏട്രിയൽ ഡീപോളറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്ത ഹാർട്ടിൽ നടക്കുന്ന ഇവൻറ്റ്? അത് നമുക്കറിയാം, ഏട്രിയകൾ എപ്പോഴും ഒരു സിൻസിയേഷൻ പോലെ ഫുള്ളായിട്ട് ഡീപോളറൈസ്ഡ് ആവുന്നു. അതിൻ്റെ ഒപ്പം എന്തുകൊണ്ടാണ് വെൻട്രിക്കിൾസിലേക്ക് ഈ ഇമ്പൾസസ് സ്പ്രെഡ് ചെയ്യാത്തത്? എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇമ്പൾസസ് അവിടെ വന്ന് നിൽക്കുന്നു, ഏട്രിയകളിൽ വരെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹാർട്ടിന് ഒരു ഫൈബ്രസ് അനുലസ് ഉണ്ട്. ഞാൻ ഈ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, അതായത് ഹാർട്ടിൻ്റെ ഭിത്തിയിൽ തന്നെ ഉള്ളതാണത്. ഒരു ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു റിങ് പോലെ. അനുലസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു റിങ് എന്നാണ് അർത്ഥം, ഒരു റിങ്. ഓക്കെ, സോ ഈ റിങ് ഹാർട്ടിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാൽവ്സിനൊക്കെ ഈ ഒരു ലെവലിലാണ് ഹാർട്ടിൻ്റെ വാൽവുകളെല്ലാം വരുന്നത്. ഓക്കെ, ട്രൈക്കസ്പിഡ്, മൈട്രൽ, അതുപോലെ പൾമണറി, അയോർട്ടിക്, ഈ വാൽവുകളെല്ലാം ഏതാണ്ട് ഈ ലെവലിൽ വരുന്നത്. സോ ആ വാൽവുകളെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടിയാണ് ഈ ഒരു അനുലസിൻ്റെ ഫങ്ഷൻ, ഒരു ഫൈബ്രസ് ടിഷ്യൂ. സോ ഈ ഫൈബ്രസ് ടിഷ്യൂ ആയതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ അല്ല ഇത്. സോ ഏട്രിയകളുടെ സ്റ്റിമുലേഷൻ, ഏട്രിയകളുടെ ഡീപോളറൈസേഷൻ ഈ അനുലസിൽ തട്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടുന്ന് ഒരിക്കലും അത് നേരിട്ട് വെൻട്രിക്കിൾസിൻ്റെ ഭിത്തിയിലേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഏട്രിയകളിൽ നിന്ന് നേരിട്ട് ഒരിക്കലും ഇമ്പൾസസിന് അല്ലെങ്കിൽ ആ ഡീപോളറൈസേഷൻ വേവിന് വെൻട്രിക്കിളിൻ്റെ ഭിത്തിയിലേക്ക് വരാൻ പറ്റാത്തത്. ഓക്കെ, ആകെ ഏട്രിയകളും വെൻട്രിക്കിൾസുമായിട്ടുള്ള ഒരേ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ AV നോഡാണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പേര് തന്നെ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. ഇറ്റ് ഈസ് ദ ഓൺലി കമ്മ്യൂണിക്കേഷൻ ഓഫ് എന്താ പറയുക ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ദ ഏട്രിയ ആൻഡ് ദ വെൻട്രിക്കിൾസ്. സോ AV നോഡിൽ കൂടി മാത്രമാണ് ഈ SO നോഡിൽ നിന്ന് അല്ലെങ്കിൽ ഏട്രിയകളിൽ നിന്നുള്ള ആ ഡീപോളറൈസേഷൻ വെൻട്രിക്കിൾസിൻ്റെ ഭിത്തികളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഇസ് AV നോഡ്. AV നോഡ് ഇസ് ഗെറ്റിംഗ് ഡീപോളറൈസ്ഡ് അല്ലേ? ഏട്രിയകളുടെ ഡീപോളറൈസേഷൻ കഴിയുമ്പോഴേക്കും അത് AV നോഡിൻ്റെ ടിഷ്യൂസിലേക്ക് എത്തുന്നു. സോ AV നോഡിന് ഒരു പ്രത്യേകതയുണ്ട്. AV നോഡ് ഇസ് ഓൾവേസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സ്ലോ കണ്ടക്ഷൻ എന്നാണ് പറയുക. അത് അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അത് സ്ലോലി കണ്ടക്ട് ചെയ്യേണ്ട ഒരു ടിഷ്യൂവിനെ പോലെയാണ് AV നോഡ് എപ്പോഴും ബിഹേവ് ചെയ്യുക. കാരണം AV നോഡിൽ പതുക്കെ കണ്ടക്ഷൻ നടന്നാൽ മാത്രമേ ഈ വെൻട്രിക്കിൾസിനെ ഫില്ല് ചെയ്യാനുള്ളത്. കാരണം ഇപ്പോൾ ഏട്രിയകൾ ഡിപോളറൈസ്ഡ് ആണ്, അവർ കൺട്രാക്ട് ചെയ്യുന്നു. അവരുടെ കൺട്രാക്ഷൻ പൂർത്തിയായി വെൻട്രിക്കിൾസിലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വെൻട്രിക്കിൾസിന് സ്റ്റിമുലേഷൻ, ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ്റെ ആ ഒരു ചേഞ്ച് വരാൻ പാടുള്ളൂ. കാരണം അപ്പോഴേക്ക് വെൻട്രിക്കിൾസ് റെഡി ആവുള്ളൂ. വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് വന്ന് ഫില്ല് ചെയ്തു ഏട്രിയൽ കൺട്രാക്ഷൻ പമ്പിങ് മൂലം അല്ലേ? ഏട്രിയകളുടെ കൺട്രാക്ഷൻ പൂർത്തിയാവണം, എന്നിട്ട് മാത്രമേ വെൻട്രിക്കിൾസിൻ്റെ ഡീപോളറൈസേഷൻ ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് AV നോഡ് എപ്പോഴും വളരെ പതുക്കെ മാത്രം ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്, AV നോഡിലെ സെല്ലുകൾ വളരെ ചെറുതാണത്രേ. ചെറിയ ചെറിയ സെല്ലുകളാവുമ്പം ആ ഒരു ഇമ്പൾസിന് പോകാൻ കുറേം കൂടെ സമയമെടുക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ആ ഇലക്ട്രിക്കൽ ചാർജസിന് പോകാൻ വേണ്ടിയിട്ട്, ഡീപോളറൈസേഷൻ വേവിന് പോകാൻ. അതുമാത്രമല്ല AV നോഡിൻ്റെ ടിഷ്യൂസിന് വളരെ കുറച്ച് നമ്പർ ഓഫ് ഗ്യാപ്പ് ജംഗ്ഷൻസേ ഉള്ളൂ എന്നാണ് പറയുന്നത്, മറ്റ് മയോകാർഡിയൽ സെല്ലുകളെ പോലെ അല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് AV നോഡിൽ എപ്പോഴും വളരെ പതുക്കെ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ആ സമയം കൊണ്ട് ഏട്രിയകളുടെ കൺട്രാക്ഷനൊക്കെ പൂർത്തിയാക്കും ആൻഡ് ദെൻ വെൻട്രിക്കിൾസിലേക്ക് അത് ഡീപോളറൈസേഷൻ വേവിന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഇനി AV നോഡിൻ്റെ ഒരു ഡീപോളറൈസേഷൻ എന്തെങ്കിലും വെക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ആക്ച്വലി AV നോഡ് ഒരു ചെറിയ ടിഷ്യൂ ആണല്ലോ, അപ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഒരിക്കലും ഒരു വെക്ടർ ഉണ്ടാക്കാനും മാത്രമൊന്നും സ്ട്രോങ് അല്ല, അത്രയും സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയാറ് AV നോഡിൻ്റേത് ഒരു സൈലൻറ്റ് ഏരിയ ആണ്, സൈലൻറ്റ് ഫേസ് ആണ് ECGയിലും. ഓക്കെ, AV നോഡ് വിസ്പർ ചെയ്യുന്നു എന്നാണ് പറയുക. AV നോഡ് ഇസ് ഓൺലി വിസ്പറിങ് ആൻഡ് ദറ്റ് ECG മെഷീൻ ഈസ് അണേബിൾ ടു പിക്ക് ഇറ്റ് അപ്പ്. ഓക്കെ, അത്രയും ചെറുതാണ്, അതുകൊണ്ട് ECG മെഷീൻ അത് കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയ എപ്പോഴും സൈലൻറ്റ്, വിതൗട്ട് എനി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പോലെയാണ്. ആക്ച്വലി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബട്ട് അത് അത്ര വളരെ ചെറുതായതുകൊണ്ട് അത് പിക്കപ്പ് ചെയ്യാനായിട്ട് ECG മെഷീൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഇസ് ലൈക്ക് എ സൈലൻറ്റ് ഏരിയ. ഓക്കെ,
സോ ദാറ്റ്സ് അബൌട്ട് AV നോഡൽ ഡീപോളറൈസേഷൻ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ വെക്ടർ ഒന്നും കാണിച്ചിട്ടില്ല. സോ ദിസ് ഇസ് AV നോഡ് ഗെറ്റിംഗ് ഡീപോളറൈസ്ഡ്. സോ നൗ വിൽ പാസ് ഓൺ ടു ദ വെൻട്രിക്കിൾസ് അല്ലെ. വെൻട്രിക്കിൾസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സോ നമ്മുടെ പമ്പിംഗ് സ്റ്റേഷൻ. സോ അവരാണ് ഇനി അടുത്തതായിട്ട് ഡീപോളറൈസ്ഡ് ആവുന്നത്. സോ AV നോഡിൽ നിന്നുള്ള ആ ഇമ്പൾസസ് പിന്നീട് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കറിയാലോ, കണ്ടക്ഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്. സോ AV നോഡിൽ നിന്നുള്ള നെക്സ്റ്റ് ഏരിയയാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയും. സോ അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ബ്ലൂ വൺ. ദിസ് ഇസ് എ ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ഗോയിങ് ത്രൂ ദ റൈറ്റ് വെൻട്രിക്കുലർ വാൾ, മറ്റേത് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കുലർ വാൾ. സോ ഈ ബണ്ടിൽ ഓഫ് ഹിസും പിന്നെ ബണ്ടിൽ ബ്രാഞ്ചസും പിന്നെ ബണ്ടിൽ ബ്രാഞ്ചസിനോട് ചേർന്ന് ഞാനിവിടെ ചെറിയ 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 ഹെയർസ് പോലെ കാണിച്ചിരിക്കുന്ന പെർക്കിഞ്ചി സെൽസ് ആണ്. നമുക്കറിയാലോ, പെർക്കിഞ്ചി സെൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് കണ്ടക്ടിങ് സെല്ലുകളാണ്, മറ്റ് മയോകാർഡിയൽ സെല്ലുകളെ പോലെയല്ല. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടക്ടിങ്, കാരണം അവർക്ക് വളരെയധികം ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്, വലിയ സെല്ലുകളാണ്, റെസിസ്റ്റൻസ് കുറവാണ്, അതൊക്കെ കൊണ്ട്. ഓക്കെ, സോ ഈ പെർക്കിഞ്ചി സെൽസും അതായത് ബണ്ടിൽ ഓഫ് ഹിസ്, ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് ദ പെർക്കിഞ്ചി സെൽസ്, ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ശരിക്കും വെൻട്രിക്കിൾസിന്റെ ഭിത്തികളിലേക്ക് ഈ ഡീപോളറൈസേഷൻ വേവുകളെ എത്തിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ബണ്ടിൽ ഓഫ് ഹിസിൽ കൂടി അത് പാസ് ചെയ്യുന്നു, പിന്നീട് ബണ്ടിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചുകളിൽ എത്തുന്നു, ആൻഡ് ദെൻ പെർക്കിഞ്ചി സെൽസ് വഴി രണ്ട് വെൻട്രിക്കിൾസ്. ഓക്കെ, സോ നമുക്ക് ഈ വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷൻ ഭയങ്കര ഫാസ്റ്റ്, കാരണം പെർക്കിഞ്ചി സെൽസ് ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം ഒരു ഫേസ്, പിന്നീട് ഒരു ഫേസ്, പിന്നെ ഒരു ഫേസ്, അങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷൻ നടക്കുക. കാരണം അത്രയും ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. ആദ്യം തന്നെ സെപ്റ്റം, നമുക്കറിയാലോ, ദിസ് ഇസ് എ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ, ബിറ്റ്വീൻ ദ വാൾ ബിറ്റ്വീൻ ദ 2 വെൻട്രിക്കിൾസ്. സോ ഈ സെപ്റ്റം ആണ് ആദ്യം ഡീപോളറൈസ്ഡ് ആവുന്നത്. ഓക്കെ, ഈ സെപ്റ്റത്തിന് എവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കിട്ടുന്നത്? അത് നമ്മൾ എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, ഈ സെപ്റ്റം ഈസ് ആക്ച്വലി ഇൻ കണക്ഷൻ വിത്ത് ദ ബണ്ടിൽ ഓഫീസ് അല്ലെ. ബണ്ടിൽ ഓഫീസ് തൊട്ട് അവിടെ തന്നെ സെപ്റ്റം ഉണ്ട്. പക്ഷേ സെപ്റ്റത്തിൻ്റെ ആ ഒരു ബിഗിനിങ് പാർട്ട്, ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ദിസ് പാർട്ട് ഇസ് ഫൈബ്രസ് ടിഷ്യൂ ആണ്, അതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ബണ്ടിൽ ഓഫീസിൽ നിന്ന് ഇമ്പൾസസ് ഡയറക്റ്റ് ആയിട്ട് സെപ്റ്റത്തിലേക്ക് വരില്ല. സെപ്റ്റത്തിൻ്റെ ഡീപോളറൈസേഷൻ എപ്പോഴും വരുന്നത് നമ്മുടെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്നാണ്. ഓക്കെ, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്ന് പോലും അല്ല, ഇറ്റ് ഈസ് ഓൺലി ഫ്രം ദ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. ഓക്കെ, ഈ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും സെപ്റ്റവുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ട്. സോ സെപ്റ്റം ഇസ് ഗെറ്റിംഗ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഫ്രം ദ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വെക്റ്റർ എപ്പോഴും, അതിൻ്റെ ഡീപോളറൈസേഷൻ, സെപ്റ്റത്തിൻ്റെ ഡീപോളറൈസേഷൻ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിൽ, ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് അപ്വേർഡ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് അപ്വേർഡ് ആയിട്ടാണ് സെപ്റ്റം ഡീപോളറൈസേഷൻ വരിക. ഓക്കെ, കാരണം ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്ന് വേണം വരാൻ. സോ അത് മൂവ് ചെയ്യുന്നത് ഏതാണ്ട് കുറച്ച് മുകളിലോട്ടുമായിരിക്കും, എന്താ പറയുക, റൈറ്റ് വേർഡ് ആൻഡ് അപ്വേർഡ്. സോ ആ വെക്റ്റർ, ആ സെപ്റ്റൽ ഡീപോളറൈസേഷൻ്റെ വെക്റ്റർ പോകുന്നത് ഏതാണ്ട് ഇതുപോലെയായിരിക്കും കേട്ടോ, റൈറ്റ് വേർഡ് ആൻഡ് അപ്വേർഡ്. ഓക്കെ, സോ ആദ്യം വെൻട്രിക്കിൾസിൻ്റെ ഡീപോളറൈസേഷൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സെപ്റ്റൽ ഡീപോളറൈസേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ മേജർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയും കേട്ടോ. മേജർ, അതായത് നമുക്കറിയാം വെൻട്രിക്കിൾസിൻ്റെ ശരിക്കുള്ള വെൻട്രിക്കിൾസിൻ്റെ ഭിത്തി. ഓക്കെ, സെപ്റ്റമല്ലേ ആയുള്ളൂ ഇപ്പോൾ, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. സോ നൗ കംസ് ദ മേജർ വെൻട്രിക്കുലർ വാൾസ്, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഭിത്തികൾ. ഓക്കെ, സോ ഈ പെർക്കിഞ്ചി സെൽസിൽ നിന്നാണ്, നമുക്കറിയാലോ, വെൻട്രിക്കിളിൻ്റെ ഭിത്തികൾക്ക് എവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കിട്ടുക? പെർക്കിഞ്ചി സെൽ. നമുക്ക് കാണാം ഇങ്ങനെ ബണ്ടിൽ ബ്രാഞ്ചുകളിൽ നിന്ന് അവരിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതും അവരിൽ നിന്നാണ് നമ്മുടെ ഈ വെൻട്രിക്കിളിൻ്റെ ഭിത്തികൾ എപ്പോഴും ഡീപോളറൈസ്ഡ് ആവുന്നത്. സോ ഈ പെർക്കിഞ്ചി സെൽസ് എപ്പോഴും ഉണ്ടാവുക നമ്മുടെ എൻഡോകാർഡിയത്തിനോട് അടുത്താണ്. ഓക്കെ, അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ, ബണ്ടിൽ ബ്രാഞ്ചുകളോട് ചേർന്ന് എൻഡോകാർഡിയം എന്ന് പറയുന്നത് ചേംബറിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലെ, ചേംബറിനോട് ചേർന്ന്, ചേംബറിൻ്റെ ഭിത്തിയിൽ ഏറ്റവും അകത്തെ ഭിത്തിയാണല്ലോ എൻഡോകാർഡിയം. സോ എൻഡോകാർഡിയത്തിനോട് അടുത്തിട്ടാണ് എപ്പോഴും, മയോകാർഡിയത്തിലാണ്, ബട്ട് അഗെയിൻ ടുവേർഡ്സ് ഓർ നിയറർ ടു ദ എന്താ പറയുക, എൻഡോകാർഡിയം കുറേ കൂടെ ഇന്നർ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർക്കിഞ്ചി സെൽസിൽ നിന്ന് ഡീപോളറൈസേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ഇന്നർ ടു ഔട്ടർ ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഒരു ഡീപോളറൈസേഷൻ വേവ് എപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത് ഫ്രം ഇന്നർ ടു ഔട്ടർ ആണ്. കാരണം
ഏറ്റവും ഉള്ളിലത്തെ മയോകാർഡിയത്തിൻ്റെ തന്നെ ഇന്നർമോസ്റ്റ് മയോകാർഡിയത്തിലാണ് പർക്കിഞ്ചി സെല്ലുകൾ കൂടുതലുള്ളത്. സോ അവിടുന്ന് പുറത്തേക്കാണ് ഡീപോളറൈസേഷൻ വേവുകൾ ഓരോരോ എൻഡോകാർഡിയൽ സെല്ലുകളായിട്ട് ഇങ്ങനെ ഡീപോളറൈസ്ഡ് ആയിട്ട് വരുന്നു. സോ ദ ഡീപോളറൈസേഷൻ വേവ് വിൽ ബി ലൈക്ക് എങ്ങനെയാണ്, ഫ്രം ഇന്നർ ടു ഔട്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗെയിൻ ഈ ഒരു വെക്റ്റർ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു, ഇപ്പം നമുക്ക് റൈറ്റ് വെൻട്രിക്കിളിന് പൊതുവേ നമുക്കറിയാമല്ലോ കട്ടി കുറവാണ് അല്ലേ. റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഒരു ഭിത്തി കുറച്ചുകൂടി കട്ടി കുറവാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളാണ് നല്ല ഏറ്റവും തിക്കസ്റ്റ് മയോകാർഡിയം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ വെക്റ്റർ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ വെക്റ്റർ കുറച്ചുകൂടി വലുതാണ്. ഓക്കെ, കാരണം അത്രയും മയോകാർഡിയം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വെക്റ്റർ കുറച്ചുകൂടി വലുതാണ്. സോ ഈ രണ്ട് വെക്റ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മീൻ വെക്റ്റർ, ഒരു നെറ്റ് വെക്റ്റർ ആയിരിക്കും ഫൈനലി എന്തിൽ വരിക, നമ്മുടെ മേജർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വെക്റ്റർ ആണ് റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷൻ. കുറച്ചുകൂടി വലിയ വെക്റ്റർ ആയിരിക്കും എപ്പോഴും ലെഫ്റ്റ് വെൻട്രിക്കിൾ, ബിക്കോസ് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ മയോകാർഡിയം കുറേയും കൂടെ തിക്കറാണ്. സോ ഈ രണ്ടിൻ്റെയും കൂടെ ഒരു അഡീഷൻ ആയിട്ട് വരുന്ന ഒരു വെക്റ്റർ ആയിരിക്കും എപ്പോഴും മേജർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെ വെക്റ്റർ. ഉണ്ടോ? സോ അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് വെക്റ്റർ will be always എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ, ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ്വേർഡ്. നമ്മുടെ ഏട്രിയൽ ഡീപോളറൈസേഷൻ ഒക്കെ പറഞ്ഞ മാതിരി തന്നെ ദ മേജർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ നെറ്റ് വെക്റ്റർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡയറക്റ്റഡ് ലെഫ്റ്റ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ്വേർഡ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫേസ്. ആദ്യം സെപ്റ്റൽ എപ്പോഴും ആ വെക്റ്റർ എങ്ങനെയായിരുന്നു, ഇതുപോലെ അല്ലേ, rightward and upward. കാരണം septum is getting depolarized from the left bundle branch. Okay, and the major myocardial vector എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ വെക്റ്റർ എപ്പോഴും ലെഫ്റ്റ്വേർഡ് ആണ്, ഡൗൺവേർഡ് ആണ്. ഓക്കെ, അത് ഇതിൻ്റെ അഡീഷൻ വരുന്നത് കൊണ്ടാണ്. കാരണം എപ്പോഴും കൂടുതൽ കട്ടിയുള്ള ഏരിയ എന്ന് പറയുന്നത് ആപ്പെക്സും ഒക്കെ മെയിൻലി വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭിത്തിയായിട്ടാണ്. സോ ദാറ്റ് ഇസ് വൈ the vector is directed downward and leftward. And finally ഒരു മൂന്നാമത്തെ ഫേസ്, ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷനിൽ രണ്ടെണ്ണം പറഞ്ഞു, സെപ്റ്റലും പറഞ്ഞു, ദെൻ മേജർ പാർട്ട് പറഞ്ഞു. ആൻഡ് നൗ കംസ് ദ ബേസ് ഓഫ് ദ വെൻട്രിക്കിൾ. കണ്ടോ, രണ്ട് വെൻട്രിക്കിളിൻ്റെയും ബേസ് പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. വെൻട്രിക്കിൾസിൻ്റെ ബേസ് എന്ന് പറയുമ്പം ഈ മുകൾ ഭാഗം വരും. ഓക്കെ, ഈ ബേസുകൾക്ക് എഗെയിൻ ഏറ്റവും അവസാനമാണ് ഡീപോളറൈസേഷൻ കിട്ടുക. ഓക്കെ, കാരണം ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ബണ്ടിൽ ബ്രാഞ്ചുകൾ വഴി പർക്കിഞ്ചി സെൽസ് വഴി എത്തണം. സോ ഈ ബേസസ് ഓഫ് ദ വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിളിലെയും ലെഫ്റ്റ് വെൻട്രിക്കിളിലെയും ബേസുകൾക്ക് ഏറ്റവും അവസാനമായിരിക്കും ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കിട്ടുക. മാത്രമല്ല അവരുടെ ഒരു ഡീപോളറൈസേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എപ്പോഴും ഈ മുകളിൽ അല്ലെ, മുകളിലേക്കായിട്ടായിരിക്കും. കണ്ടോ, റൈറ്റ്വേർഡ് ആൻഡ് അപ്വേർഡ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ കാണുന്ന വെക്റ്റർ. ദീസ് ടു. ഓക്കെ, ദ ബേസൽ രണ്ട് വെൻട്രിക്കിളുകളുടെയും ബേസിൻ്റെ ആ ഒരു ഡീപോളറൈസേഷൻ വിൽ ബി ഓൾവേസ് ഫ്രം അപ്വേർഡ്, ഡയറക്റ്റഡ് അപ്വേർഡ് അല്ലെ, താഴെ നിന്നാണല്ലോ സ്റ്റിമുലേഷൻ വരുന്നത്. സോ അപ്വേർഡ് ആൻഡ് ടുവേർഡ്സ് എ റൈറ്റ്. ഓക്കെ, ഹാർട്ടിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബേസൽ ഡീപോളറൈസേഷൻ വെക്ടേഴ്സ്. കണ്ടോ? ഓക്കെ, ഡയറക്റ്റഡ്, റൈറ്റ്വേർഡ് ആൻഡ് അപ്വേർഡ്. അങ്ങനെ മൂന്ന് ഫേസസ് ആയിട്ടാണ് വെൻട്രിക്കിൾസ് ഡീപോളറൈസ്ഡ് ആവുക. സെപ്റ്റം, പിന്നെ മേജർ പാർട്ട് ഓഫ് ദ വെൻട്രിക്കിൾ, ആൻഡ് ഫൈനലി ദ ബേസസ് ഓഫ് ദ two ventricles. Okay, and finally comes ventricular repolarization. Okay, so നമുക്കറിയാം ഡീപോളറൈസേഷൻ is always followed by എന്താണ്, റീപോളറൈസേഷൻ അല്ലേ. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഈ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ നമുക്കിവിടെ കാണാം. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, ഓക്കെ, എവിടെയാണ് ഇപ്പോൾ ഏട്രിയകളുടെ റീപോളറൈസേഷൻ? ഏട്രിയൽ ഡീപോളറൈസേഷൻ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ എവിടെയാണ് ഏട്രിയൽ റീപോളറൈസേഷൻ? അതിൻ്റെ ഒരു വെക്റ്റർ എവിടെയായിട്ട് വരും? ഓക്കെ, അത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ഫേസസ് ഒക്കെയുള്ള വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ വെക്ടേഴ്സും സ്ട്രോങ് ആണ്. കാരണം വെൻട്രിക്കിളിൻ്റെ വെക്റ്റർ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്, ബിക്കോസ് അത്രയും മയോകാർഡിയം ഉള്ളത് കൊണ്ട്. ഓക്കെ, സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വോൾട്ടേജുകൾ ഉണ്ടാക്കുന്ന വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഏട്രിയകളുടെ റീപോളറൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു വെക്റ്റർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാറില്ല, ബിക്കോസ് ദറ്റ് ബിഗ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ വിൽ മാസ്ക് ദ റീപോളറൈസേഷൻ ഓഫ് ദ
ഏട്രിയൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഏട്രിയൽ റീപോളറൈസേഷൻ്റെ വെക്ടറിനെ പറ്റി പറയാതിരുന്നത്, ബിക്കോസ് അത് ഏതാണ്ട് ഈ 3 ഫേസ് ഉള്ള വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സോ നൗ വിൽ കം ടു ദ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. സോ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ റീപോളറൈസേഷൻ തുടങ്ങുന്നത് എപ്പോഴും ഔട്ടർ മോസ്റ്റ്, നമ്മളിപ്പോൾ ഇന്നർ മോസ്റ്റ് ടു ഔട്ടർ മോസ്റ്റ് എന്നാണ് ഡീപോളറൈസേഷനെ പറ്റി പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എപ്പോഴും റീപോളറൈസേഷൻ്റെ ഒരു വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പുറമേയുള്ള, അതായത് ഔട്ടർ മോസ്റ്റ് സെല്ലുകളായിരിക്കും ഏറ്റവും അവസാനം ഡീപോളറൈസ്ഡ് ആവും. നമ്മൾ പറഞ്ഞില്ലേ, ഇന്നർ ടു ഔട്ടർ ആണ് ഡീപോളറൈസേഷൻ എപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റീപോളറൈസേഷൻ. ഏറ്റവും അവസാനം ഡീപോളറൈസ്ഡ് ആയ മയോകാർഡിയമാണ് ഏറ്റവും ആദ്യം റീപോളറൈസ്ഡ് ആവുക. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും റീപോളറൈസേഷൻ വരുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ എപ്പോഴും ഈ ഏറ്റവും അകത്തുള്ള ആ ഒരു മയോകാർഡിയം ഭയങ്കരമായിട്ട് കംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അത്രയും ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഉള്ളിലത്തെ മയോകാർഡിയത്തിന് വേണ്ടത്ര ഒരു ബ്ലഡ് സപ്ലൈ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയൺസിൻ്റെ ഒക്കെ പ്രൊപ്പഗേഷൻ ഭയങ്കര കുറവായിരിക്കും അകത്തുള്ള മയോകാർഡിയത്തിൽ. അതുകൊണ്ടാണ് ഏറ്റവും പുറത്തുള്ള മയോകാർഡിയം, ഔട്ടർ സബ് പെരികാർഡിയത്തിൻ്റെ തൊട്ടടിയിൽ ഉള്ളിൽ വരുന്ന മയോകാർഡിയമാണ് ആദ്യം റീപോളറൈസ്ഡ് ആവുക. And then the repolarization wave will be spreading from outer to inner, just opposite of the depolarization wave. Okay, അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആ വെക്ടർ വരുന്നത്, റീപോളറൈസേഷൻ വെക്ടർ എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കും? എഗെയിൻ ഇതുപോലെ ഉണ്ടോ, ഇപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഓപ്പോസിറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി ഗോയിങ് ഇൻ somewhat in rightward and upward direction. ഓക്കെ, ഇതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. സോ സ്പ്രെഡ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ ഫ്രം ഔട്ടർ ടു ഇന്നർ ആകുമ്പോൾ ഫൈനലി ദ ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് റൈറ്റ്വേർഡ് ആൻഡ് അപ്വേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ്റെ വെക്ടർ ആയിട്ട് വരുന്നത്. ആൻഡ് ദർ ഇസ് നോ representation of the atrial repolarization because it is masked by the ventricular depolarization. And again നമ്മൾ പറഞ്ഞതുപോലെ ഓർക്കുക, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ എപ്പോഴും തുടങ്ങുന്നത് ഔട്ടർ മോസ്റ്റ് മയോകാർഡിയം ടു ഇന്നർ മോസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വെക്ടർ എപ്പോഴും ഇങ്ങോട്ട് റൈറ്റ്വേർഡ് ആൻഡ് അപ്വേർഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഇത്രയും ഇവൻറ്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഇവൻറ്റ് എന്താണ്? SA node ഫയർ ചെയ്യുന്നു and that impulses will be spreading through the atrial myocardium and the atrial myocardium will be getting depolarized. Adinte oru vector will be like enganeyana leftward and downward aayirikkum. Okay, like this. And then the depolarization wave will be reaching the AV node. പക്ഷേ ഒരിക്കലും വെൻട്രിക്കിൾസിലേക്ക് അത് നേരിട്ട് പോവില്ല because of that annulus in between. Okay, then the AV node will be getting depolarized but in a very slow manner. And then മാത്രമല്ല അതിൻ്റെ അത്രയും സ്മോൾ വോൾട്ടേജ് ആയതുകൊണ്ട് അതൊരിക്കലും നമുക്ക് ECGയിൽ ഒരിക്കലും അതിൻ്റെ ഒരു AV നോഡൽ റെപ്രസെൻറ്റേഷൻ ഇല്ല ഒരു വെക്ടറായിട്ടോ മറ്റോ. കാരണം വെക്ടർ ആണെങ്കിലും ഇറ്റ് ഈസ് വെരി സ്മോൾ, അതിന് നമുക്ക് അത്രയും വോൾട്ടേജേ ഉള്ളൂ. ഓക്കെ, മാത്രമല്ല സ്ലോ ആണ്. സ്ലോ ആവുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏട്രിയകളുടെ കൺട്രാക്ഷൻ പൂർത്തിയാവാനുള്ള ഒരു ടൈമാണ് അതിന് വേണ്ടി അത് അത്രയും സ്ലോ ഈ ഡീപോളറൈസേഷൻ ഓഫ് AV നോഡ് അനുവദിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അത് 3 ഫേസസിലായിട്ടാണ്. ആദ്യം സെപ്റ്റത്തിന് ഡീപോളറൈസേഷൻ കിട്ടുന്നത് എപ്പോഴും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെക്ടർ ഇങ്ങനെയായിരിക്കും, റൈറ്റ് വേർഡ് ആൻഡ് അപ്വേർഡ്. ആൻഡ് ദെൻ കംസ് എ മേജർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അതെപ്പോഴും ഫ്രം ഇന്നർ ടു ഔട്ടർ, കാരണം പെർക്കിഞ്ചി സെൽസ് കൂടുതലും അകത്താണുള്ളത്. അപ്പം അതുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക്. സോ ദ നെറ്റ് വെക്ടർ വിൽ ബി ലൈക്ക് ദിസ്, ഒരു ലെഫ്റ്റ് വേർഡ് ആൻഡ് ഡൗൺ വേർഡ് അല്ലേ, അതാണിത്. ആൻഡ് ബേസൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എപ്പോഴും ഇങ്ങോട്ടാണ് വരിക, കാരണം താഴെ നിന്നാണ് അതിൻ്റെ ഡീപോളറൈസേഷൻ വരുന്നത്. സോ ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് റൈറ്റ് വേർഡ് ആൻഡ് അപ്വേർഡ്. ഓക്കെ, ഇത് രണ്ടും. സോ ഇത് മൂന്നും കൂടിയാണ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. എങ്ങനെയാണ് റീപോളറൈസേഷനിൽ എപ്പോഴും നേരെ ഓപ്പോസിറ്റ് ഓഫ് ഡീപോളറൈസേഷൻ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും അവസാനം ഡീപോളറൈസ്ഡ് ആയ ഔട്ടർ മോസ്റ്റ് മയോകാർഡിയം ആയിരിക്കും ആദ്യം റീപോളറൈസ്ഡ് ആവുക. സോ റീപോളറൈസേഷൻ ഓൾവേസ് സ്പ്രെഡ്സ് ഫ്രം ഔട്ടർ ടു ഇന്നർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെക്ടർ എപ്പോഴും ഡയറക്റ്റഡ് റൈറ്റ് വേർഡ് ആൻഡ് അപ്വേർഡ് ആണ്, ലൈക്ക് ദിസ്. ഓക്കെ,
സോ ഇങ്ങനെയാണ് ഒരു കാർഡിയക് സൈക്കിളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ് ആണ് കേട്ടോ. സോ ഇനി നമുക്ക് ഇതിനെ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെ ഇ സി ജിയുടെ പാറ്റേണിലേക്കും കൂടെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇ സി ജി പാറ്റേൺ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ വെക്ടേഴ്സിനെ അതേപടി നമുക്ക് ഇ സി ജി വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് കുറേ കൂടെ ഈസി. ഇത് രണ്ടും കൂടി ഞാൻ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രയാസമാണ് മനസ്സിലാക്കാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് സ്റ്റഡി ദീസ് ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ് ഇൻ ദ ഹാർട്ട്. മാത്രമല്ല അതിൻ്റെ കറസ്പോണ്ടിങ് വെക്ടറുകളും കൂടെ, ഡയറക്ഷൻ ഓഫ് വെക്ടേഴ്സും കൂടി മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വെക്ടേഴ്സ് ഒക്കെ പോസിറ്റീവ് വെക്ടേഴ്സ് ആണ്. കാരണം ഡീപോളറൈസേഷൻ്റെ വേവുകൾ എപ്പോഴും പോസിറ്റീവ് ആണല്ലോ അല്ലേ. നമുക്കറിയാം പോസിറ്റീവ് അയൺസ് അല്ലേ ഡീപോളറൈസേഷനിൽ വരിക അല്ലേ സെല്ലിനകത്തേക്ക്. എന്നാൽ റീപോളറൈസേഷൻ്റെ വെക്ടർ എപ്പോഴും ഒരു നെഗറ്റീവ് വെക്ടർ ആയിരിക്കും. അതിൻ്റെ ഒരു ചാർജ് എങ്ങനെയാണത്, സെൽ ഈസ് ഗെറ്റിംഗ് നെഗറ്റീവ് പൊളാരിറ്റി അല്ലേ, തിരിച്ച് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് വരികയാണ്. പോസിറ്റീവ് ആയിരുന്ന ഒരു സെൽ എങ്ങനെ ആവുന്നു, വീണ്ടും പഴയ പോലെ നെഗറ്റീവ് ആവുന്നു. അതുകൊണ്ട് തന്നെ റീപോളറൈസേഷൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വെക്ടർ, അതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ആ ഒരു വ്യത്യാസം കൂടി ഓർക്കണം. സോ നാളെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇതേ സംഭവങ്ങൾ തന്നെ, ഇതേ വെക്ടേഴ്സ് തന്നെയാണ് നാളെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ദോസ് വെക്ടേഴ്സ് വിൽ ബി ഫൈനലി കൺവേർട്ടഡ്. ഞാൻ ഇതിൻ്റെ കൂടെ ഇ സി ജിയുടെ പാറ്റേണും കൂടി വരച്ച് ഈ വെക്ടറുകളെല്ലാം അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ നേരത്തെ ഫസ്റ്റ് വീഡിയോയും കാണുക, എന്നിട്ട് വേണം ഇത് കാണാൻ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോയും അതിൻ്റെ ഓർഡറിൽ കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.